ആ ഫോട്ടോ ഇങ്ങെടുക്ക. ഇവരിൽ ആരെങ്കിലും ഇവിടെ താമസിച്ചിരുന്നോ? ഇല്ല സാർ. പക്ഷെ ഇയാളെ പോലെ ഒരുത്തൻ കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടിയെ തിരക്കി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇവിടെ താമസിച്ചിരുന്നോ? പക്ഷെ ഇവൻ വരുന്നതിന് മുമ്പ് അവള് സ്ഥലം വിട്ടു. കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരന്റെ അച്ഛൻ റൂമിലുണ്ട്. അവരുടെ റൂം ഏതാ? ഗോപി, എന്താ സാർ? സാറിന് റൂം നമ്പർ 37 കാണിച്ചു കൊടുത്ത്. ശരി സാർ. സാർ മോളിലാണ്. ശരി. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചരടും പാമ്പാവൂന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ആയാലൂടാ എന്റെ സ്ഥിതി. അതുകൊണ്ടാ സാറേ ഞാനത് കെട്ടാൻ നടക്കുന്നത്. എടാ വാസു, ഒന്നിങ്ങോട്ട് വാടാ. ഇതെന്നെ തുറക്ക്. പിടിച്ചു പറിക്കാരനെ പറ്റായിരിക്കും. ഞാൻ തന്നെ തുറക്കണോ? അയ്യോ, ഇയാളെ നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല സാർ. ഞാനും കണ്ടിട്ടില്ല. ഇയാളും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? എന്റെ പൊന്ന് സാറേ, ഇവൻ ആരോടും പറയരുതെന്ന് പേടിപ്പിച്ച് വിട്ടിരിക്കുക. എങ്കിലും സാറിനോട് ഞാൻ സത്യം തുറന്നു പറയാം. എന്റെ ഒളിച്ചോടി പോയ മകനെ അന്വേഷിച്ച് കാട്ടിൽ ചെന്നപ്പോ അവിടെ വെച്ച് എന്റെ കാറിന്റെ പെട്രോൾ തീർന്നു. അവനത് വാങ്ങിക്കാൻ പോകും. ആ സമയത്ത് ഈ ഫോട്ടോയിൽ കാണുന്ന ആള് എന്നെ കത്തി കാണിച്ച് പേടിപ്പിച്ച് എന്റെ വാച്ചും മോതിരവും എല്ലാം ഊരിക്കൊണ്ട് പോയി സാറേ. എവിടെ വെച്ചാണ്? തെന്മലയ്ക്ക് അടുത്ത് വെച്ചാ. ഇവര് രണ്ടുപേരും കൊള്ളക്കാരും കൊലയാളികളുമാണ്. ഇവരെ എവിടെ വെച്ച് കണ്ടാലും ഉടനെ ഞങ്ങൾ വിവരം അറിയിക്കണം. ശരി സാർ. എടാ വാസു, ആ രാജുവിന്റെ ഫോട്ടോ ഒന്ന് മാത്രം എടുത്തേ. സാറേ, ഇതെന്റെ മകന്റെ പടമാ. കൂടെ ഒരു പെണ്ണും കാണും. സാർ ഇവരെ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം. അന്വേഷിക്കാം. എന്റെ അപ്പാ, അല്ല ഗുരുവായൂരപ്പാ. മോഡല് രതി വീഴും. വല്ല കല്ലിലെങ്ങാനും തട്ടി വീണ വായിൽ ഒറ്റ പല്ല് കാണത്തില്ല. കാര്യം പറഞ്ഞേക്കാം. മോഡല് രതി ആറയാണ് വഴുത്തു. ഇപ്പൊ എന്തായി? വേദനിക്കുമ്പോ നാണം വരൂ. ചുംബനം സഖീനിൻ ചുണ്ടിൽ ചുണ്ടില്ലാളൻ ഈരല്ലണിഞ്ഞ പകരും പ്രണയമരം ഈരല്ലണിഞ്ഞ പകരും പ്രണയമരം.
തരാന്ന് പറഞ്ഞല്ലേ? താൻ കരയണ്ട. തൽക്കാലം 5000 രൂപ ഇപ്പൊ തരാം. ബാക്കി നാളെയോ മറ്റന്നാളോ തരാം. അതുപോലെ ഇനിയിപ്പോ നീ തരുന്ന പോലെ വാങ്ങിക്കാനല്ലേ പറ്റൂ. ഉള്ളത് താ. അങ്ങോട്ട് വാ. അതാ അതാ എന്താ രതി? എവിടെ പോവാ? ഞാൻ കാരണമല്ലേ രാജന് ഈ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായത്. അതിന് എനിക്കിനി ജീവിച്ചിരിക്കണമെന്നില്ല. ചേച്ചി, ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നാളെ നേരം വെളുത്തിട്ട് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാം. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ശിക്ഷ അനുഭവിക്കുന്ന എന്തിനാ? ഓ, വണ്ടി നിന്ന നിൽക്കും, എനിക്കറിയാം. ആ വണ്ടിയെ പൊങ്ങടാ പൊങ്ങടാ, പൊങ്ങൂലി, ജാമായിരിക്കും. ആ അവിടെ കടാ സമരം. അങ്ങനെ തന്നെ. എന്റെ കാശെട്. ഇതെന്തോന്നിനാ സാറ്? ഫുൾ ടാങ്ക് പെട്രോളേ അടിച്ചില്ല. 5-6 ക്യാനെങ്കിലും വാങ്ങിച്ചതാ. എന്തിനാണ്? അതിലൊക്കെ പെട്രോൾ ഒഴിച്ച് വയ്ക്കാൻ. അതൊക്കെ അതിൽ വാങ്ങിച്ചാൽ മതി. പോ. മതിയാ? മതിയെങ്കി മതി. കായലരികത്ത് വളകിലൂക്കിയ സുന്ദരി നിന്റെ പെട്രോട്ടിൻ. അയ്യോ കണ്ടോ എന്റെ പോക ഡങ്കുണു. എന്ത് ചെയ്യാം? ഒരു വിധവയെ വിവാഹം കഴിക്കാനായിരിക്കും എന്റെ യോഗം. മാറ്റിവെക്കൂ. സുധി, നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി. എന്തു പറ്റി സണ്ണി? നിന്റെ മുറപ്പെണ്ണിന്നലെ ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഞാൻ ഈ ചെയ്തതല്ല പാഴായി പോയല്ലോ. നിന്റെ ഈ എടുത്തുചാട്ടമാണ് ഇതിനൊക്കെ കാരണം. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? വിവാഹം കഴിഞ്ഞിട്ടാണ് അവൾ ആത്മഹത്യ ചെയ്തിരുന്നതെങ്കിൽ ആ സ്വത്തല്ല എന്റെ കയ്യിൽ വന്നേ. ഇനി ഈ കാട്ടി കഴിഞ്ഞിട്ട് എന്താ കാര്യം? എടാ, ഡ്രൈവറെ മകളെ തേടി പിടിക്കണ്ടേ? അങ്ങനെ ഒരു പുലിവാല് കൂടി ബാക്കിയുണ്ടല്ലോ.
ഇറങ്ങണ്ട, നേരെ വീട്ടിലേക്ക് വേണം. എനിക്ക് വലിയ വീട്ടിലെ പെണ്ണും വേണ്ട, സീതനും വേണ്ട, നിന്റെ കൂടെ ഉള്ള പെണ്ണുകളെ കെട്ടിക്കോ. എനിക്ക് സമ്മതമാ. നിങ്ങൾക്ക് എല്ലാവരുടെ മംഗളാശംസകളും നേരുന്നു. ഞാൻ